സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയ കെ സുധാകരൻ കട്ടക്കലിപ്പിലാണ്. കടുത്ത അതൃപ്തി വ്യക്തമാക്കിയ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് സുധാകരന്റെ പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരെ മത്സരിപ്പിക്കണോ വേണ്ടിയോ തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസിൽ ചിന്താക്കുഴപ്പം നിലനിൽക്കുകയാണ്. കെ സുധാകരന് പ്രതിഷേധമൊന്നുമില്ലെന്നും സുധാകരൻ മടങ്ങിയത് നാട്ടിലെന്തോ തിരക്കുള്ളത് കൊണ്ടാണെന്നുമെല്ലാം പറഞ്ഞ് സണ്ണി ജോസഫ് മെഴുകുന്നുണ്ട്. സുധാകരനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകളാണ് പരിഗണനയിലുള്ളത്. പത്തനംതിട്ട ജില്ലകളിൽ ആറന്മുള, കോന്നി, അടൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. തൃശൂർ ജില്ലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. എറണാകുളത്തും മലബാറിലെ മണ്ഡലങ്ങളിലും തർക്കമുണ്ട്. തിങ്കളാഴ്ചയാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. 70% മണ്ഡലങ്ങളിലും തിങ്കളാഴ്ച സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് നീക്കം. CPI വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച നാട്ടിക MLA CC മുകുന്ദൻ ഡൽഹിയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാലുമായി മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്ഥിരമായി തോൽക്കുന്നവരെ ഒഴിവാക്കാനാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിലെ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി ഈ ഘട്ടത്തിൽ മാനദണ്ഡം കർശനമാക്കും. തിരുവനന്തപുരത്തേതടക്കം മണ്ഡലങ്ങളിലെ ചില നേതാക്കൾ ഒഴിവായേക്കും. അതേസമയം CPM വിട്ട മുകുന്ദൻ നാട്ടികയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും മറ്റ് മുന്നണികളുടെ പിന്തുണ സ്വീകരിക്കുമെന്നുമായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. അതേസമയം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുകുന്ദനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. CPI തള്ളിയ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. മുകുന്ദനുമായി സഹകരിക്കുന്നതിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം നിലനിൽക്കെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ തല ഉയർത്തി നിൽക്കുമെന്നും കണ്ണൂരിലെ ഓരോ നേതാവും തന്റെ കൈ പിടിച്ച് വളർന്നവരാണെന്നുമൊക്കെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. കണ്ണൂർ തന്റെ ഹൃദയ രക്തമാണെന്നും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് തന്റെ വിലാസമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെ ചർച്ചകളിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് മടങ്ങിയതിനു പിന്നാലെയാണ് സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കുറിച്ചിട്ടത്. തന്റെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുത്ത കണ്ണൂരിലെ ഓരോ വഴികളും തനിക്ക് സുപരിചിതമാണെന്നും താൻ കടന്നു വന്ന കഠിനമായ കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാമെങ്കിലും തനിക്കവ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഇനിയും കാണാൻ എന്തൊക്കെ പ്രഹസനങ്ങൾ ബാക്കിയുണ്ടെന്നത് വഴിയെ കാത്തിരുന്നു കാണാം.